ഇന്ന് എല്ലാ പീസുകളും ഉണ്ട്. അല്ല, എന്റെ പൊന്നാങ്ങളമാർക്കെല്ലാം ഒന്നിച്ചിങ്ങോട്ട് വരാൻ എന്തു തോന്നി? മൂത്ത അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞാൽ ഉടൻ കഴുത്ത് നീട്ടിത്തരാമെന്നല്ലേ രാമൻകുട്ടി സമ്മതിച്ചത്. അപ്പൊ ഇനി നമുക്ക് രാമൻകുട്ടിയുടെ കാര്യം ആലോചിച്ചാൽ എന്താ? ഞങ്ങളുടെ എല്ലാവരുടെയും പെമ്മക്കളും പോലെ നിറഞ്ഞു നിൽക്കുകയല്ലേ. രാമൻകുട്ടിയെ പോലെ സൽപ്പേരും സ്വഭാവ ഗുണമുള്ള ഒരു പയ്യൻ ഒരു നാട്ടിലും ഇല്ല. അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്തിനാ അവനെ പുറത്തു കൊടുക്കണേ? അവനെ ഞങ്ങളുടെ പെൺകുട്ടികൾ തന്നെ കെട്ടിക്കോട്ടെ. ഏതായാലും രാമൻകുട്ടിയേട്ടന് 4 പേരെയും കൂടെ ഒന്നിച്ച് കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സൽപ്പേരുള്ള ആളല്ലേ. തോന്നിയാസം പറയാതെ പൊടിയാകത്തെ. ചേച്ചി, ചേച്ചിയുടെ സ്വത്തും പണവും കണ്ട് മോഹിച്ചിട്ടൊന്നുമല്ല. രാമൻകുട്ടി ആവുമ്പോ വേലി ചാടുമെന്നുള്ള പേടി പെൺകുട്ടികൾക്കും വേണ്ട, ഞങ്ങൾക്കും വേണ്ട. ഇനി പെങ്ങൾ തന്നെ പറഞ്ഞാട്ടെ, ഞങ്ങളുടെ പെൺകുട്ടികളിൽ ആരാ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? അയ്യോ, അപ്പൊ പെങ്ങൾക്ക് ആരാ ഇഷ്ടല്ലേ? അതല്ല, പിന്നെ ഇതിലൊക്കെ നമ്മൾ കുട്ടികളുടെ ഇഷ്ടം നോക്കണ്ടേ? ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ രാമൻകുട്ടി ഇഷ്ടാ. പക്ഷെ എന്റെ കുട്ടിക്ക് ഏത് കുട്ടിയാ ഇഷ്ടമെന്ന് ചോദിക്കണ്ടേ? അയ്യോ, അതെന്തിന്? ഇപ്പോഴത്തെ പിള്ളേരെ പോലെ അല്ലല്ലോ. മൂത്തോര് പറയുന്ന അനുസരിക്കലല്ലേ അവന്റെ പ്രകൃതം. കറക്റ്റ്. ഉദാഹരണത്തിന് ചേച്ചി ഇപ്പൊ അവനോട് കായലിൽ ചാടണമെന്ന് പറഞ്ഞാൽ എപ്പ ചാടിയെന്ന് ചോദിച്ചാൽ മതി. അല്ല, കടലിൽ ചാടണമെന്ന് പറഞ്ഞാൽ അതിനും മാറ്റമില്ല. അതുകൊണ്ടാണല്ലോ അവനെ എല്ലാവരും സൽപ്പേര് രാമൻകുട്ടി എന്ന് വിളിക്കണേ. എന്നാലും എനിക്ക് എന്റെ കുട്ടിയോട് ഒരു വാക്ക് ചോദിക്കണം. അപ്പൊ എവിടെ നമ്മുടെ രാമൻകുട്ടി? നമ്മുടെ മുറച്ചെടുക്കാൻ വരുന്നുണ്ട്. ഇന്ന് നമുക്ക് രണ്ടിലൊന്നും അറിയണം. ഹലോ, എന്താ രാമൻകുട്ടിയേട്ടാ? എന്താ? ഒന്നിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങല്ലേ, അങ്ങോട്ടേക്ക് ഇറങ്ങ. ഇല്ല. എടി, ഒരു പുരുഷൻ പാലത്തെ കയറുന്നത് കണ്ടാൽ സൽപ്പേരുള്ള കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികളാണെങ്കിൽ അവരെ ഇറങ്ങിത്തരണം. അതാണ് നാട്ടു നടപ്പ്. ഓ, ഞങ്ങൾ ഇത്തിരി സൽപ്പേര് കുറഞ്ഞ കുടുംബത്തിൽ പറഞ്ഞുപോയി. എടി മാർ, എനിക്ക് സ്കൂളിൽ പോണം. വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞോ? പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു കാര്യം സംസാരിക്കണം. എടി, കാലത്തിൽ എന്ത് മാറ്റം വന്നാലും നമ്മുടെ ഈ നാട്ടിൻപുറത്ത് ഒരു അന്യപുരുഷനും സ്ത്രീയും ഇങ്ങനെ പബ്ലിക് ആയിട്ട് സംസാരിക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും സൽപ്പേരിന് മോശം തന്നെയാണ്. രാമൻകുട്ടിയേട്ടന് അറിയാലോ, ഞങ്ങളുടെയൊക്കെ പിതാജി അപ്പച്ചിയുടെ പുറകെ നടക്കുക. അതുകൊണ്ട് ഇപ്പോ ഇവിടെ വച്ച് ഈ നിമിഷം പറയണം ഞങ്ങൾ ആരെ കിട്ടുന്നെന്ന്. എടി, മണിയടിക്കാൻ സമയമായി. ആര് മണിയടിക്കാൻ? നിന്റെ അച്ഛൻ വേലായുധനെ ഒരൊറ്റ ചവിട്ടുന്ന 3 കൂടി വെള്ളത്തിൽ പോട്ടോ. സ്കൂളിൽ മണിയടിക്കാൻ സമയമെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നുവരെ ലേറ്റ് ആയിട്ടില്ലല്ലോ. എടി, എന്നെ പോലെ പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ഇങ്ങനെ പെരുവഴിയിൽ വെച്ച് വിവാഹാഭ്യർത്ഥന നടത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എനിക്ക് വേണമെങ്കിൽ നിങ്ങളെയൊക്കെ കെട്ടാതിരിക്കാം. അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ ഇതായിരിക്കും മറുപടി എന്ന്. ഇതേ ഗാന്ധിജിക്ക് മുൻപ് ജനിക്കേണ്ട ഐറ്റ പുരാവസ്തു. രാഷ്ട്രപിതാവിനെ കുറിച്ച് വല്ല എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മാറി നിക്കടേ. രാവിലെ തന്നെ മനുഷ്യനെ ചുറ്റിക്ക് അവരെന്ന് ഇറങ്ങിക്കോളും വേഷം. ഇതൊക്കെ പഠിക്കാൻ വേണ്ട. അടുത്ത് വരരുത്. എടി, എന്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. പാലത്തിന്റെ മുകളിൽ വെച്ച് ഉമ്മ വെച്ച് നശിപ്പിക്കാൻ നോക്കിയാണല്ലോ. കൊന്ന് കെട്ടി കായലി താത്ത ഞാൻ. എന്റെ ഒന്ന് സൽപ്പേര് നശിപ്പിക്കാൻ നീയൊന്നും വളർന്നിട്ടില്ല. മഹാനായ മാർക്സും കോമ്രേഡ് ലെനിനും കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്തിന്? സഖാവ് EMS പോലും മരണം വരെ വിവാഹിതനായിരുന്നു. ഇതുകൊണ്ടെല്ലാം തെളിയിക്കുന്നത് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലായാലും ബൂർഷാ വ്യവസ്ഥയിലായാലും വിവാഹം ഒരു പൗരന് വേണ്ട അത്യന്താപേക്ഷിത ഘടകമാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞു പോകുന്നത് വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു. നീ സഖാവ് വേലായുധനായി സംസാരിക്കാനാണ് ഭാവമെങ്കിലേ ഞാനും പിള്ളേരും എണ്ണീറ്റ് പോവും. വിട്ടിത്തം കേട്ടാലും മിണ്ടാണ്ടിരിക്കാനേ ഞങ്ങൾ നിന്റെ പാർട്ടിക്കാരൊന്നും അല്ല. പാർട്ടി ഓഫീസ് ആയതുകൊണ്ട് ആവേശം കേറിപ്പോയി. ഇനി ഞാൻ നോർമൽ ആകാം. ചേച്ചി, ഇനി ഉള്ളത് പറയാമല്ലോ. രാമൻകുട്ടി നാരായണേട്ടനോ മാധവേട്ടന്റെ ചങ്കരന്റെയോ മകളെ കൊണ്ടൊന്നും വിവാഹം കഴിപ്പിക്കുന്നതിന് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. അതെന്താടാ? നാരായണേട്ടന്റെ മോള് ഇന്ദു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തെങ്ങേറ്റക്കാരന് ലവ് ലെറ്റർ കൊടുത്ത കാര്യം ചേച്ചി മറന്നുപോയോ? അത് തന്നെയല്ല, അത് അവളുടെ അച്ഛൻ കണ്ടുപിടിക്കുകയും ചെയ്തില്ലേ? വേലായുധ, മതി മതി, നിർത്തി. പക്ഷെ ചേച്ചി, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ചേച്ചിയുടെ മറ്റാങ്ങളമാരുടെ പെമ്മക്കില്ലാത്ത ചില സ്പെഷ്യാലിറ്റീസ് എന്റെ മകൾക്കുണ്ട്. എന്ത് സ്പെഷ്യലാടാ നിന്റെ മോക്കുള്ളത്? അവന്റെ ഒപ്പം പൊക്കം, എന്റെ കളർ, കൂടാതെ സഹകരണ ബാങ്കിൽ ജോലി. ആഹാ. ചേച്ചി, രാമൻകുട്ടിക്ക് ഭാര്യയുടെ ജോലിയോ വരുമാനമോ ആവശ്യമില്ലായിരിക്കാം. എന്തായാലും ഭാര്യയ്ക്ക് ജോലിയുള്ളത് പാർട്ടിക്ക് രക്തസാക്ഷിയെ കിട്ടുന്ന പോലെയാണ്. വേണ്ട സമയത്ത് പ്രയോജനപ്പെടും. അല്ല ചേച്ചി, എന്താ ഒന്നും മിണ്ടാത്തത്? എടാ, നീ എന്നെ ഇങ്ങനെ സോപ്പൊന്നും ഇടണ്ട. നിന്റെ മോളെ എനിക്കിഷ്ടാ. അവനും ഇഷ്ടമാണെങ്കിൽ നമുക്ക് പെട്ടെന്നങ്ങ് തീരുമാനിക്കാം. പക്ഷെ അവനോടൊന്ന് ആലോചിക്കണം. ചേച്ചി അവനോട് ആലോചിച്ചോ? പക്ഷേ രാമൻകുട്ടിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ചേച്ചി എനിക്ക് വാക്ക് തരണം. ഇതെന്റെ വലിയൊരു മോഹമാ. രാമൻകുട്ടി,
ഇന്നെങ്കിലും തരുമോ? എന്ത് തരുമെന്ന്? ട്യൂഷൻ ടീച്ചർ എന്ന പുസ്തകം. ചേട്ടാ, ഇങ്ങനത്തെ വൃത്തികെട്ട പുസ്തകങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വല്ല ബസ് സ്റ്റാൻഡിലോ മറ്റോ പോയി അന്വേഷിക്കണം. മെയിലിൽ ഇങ്ങോട്ട് വരരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഈ ലൈബ്രറി ഞാൻ വലിച്ചു വാരി തീയിടും. തന്നെ വലിച്ചു വാരി അതിലിടും. എന്താ പ്രശ്നം? പോടോ. കുന്തം. എന്താ ഈ കുഞ്ഞമ്പുമായിട്ട് പ്രശ്നം? അതൊക്കെ പോട്ടെ, മാധവമാമ എന്താ പതിവില്ലാതെ ഇവിടെ? പറയാം. ഈ നാട്ടിലെ ഏറ്റവും സൽപ്പേര് നിന്റെ അച്ഛനായിരുന്നു. അത് കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആർക്കാണെന്ന് നിനക്കറിയാമോ? ഇല്ല. എനിക്ക്. നിന്നെ നിന്റെ അച്ഛനെയും പോലെ ഞാനും കള്ളു കുടിക്കില്ല, ബീഡി വലിക്കില്ല, പിന്നെ അറിയാമല്ലോ എനക്ക്. ഈ സൽഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് എന്റെ ഭാര്യ നിന്റെ അമ്മായി എന്നോട് പിണങ്ങി ബോംബെ പോയി താമസിച്ചു 14 വർഷം. എന്നിട്ട് ഞാനൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കുകയോ ചീത്തപ്പേരുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ഇല്ലേ? ഇല്ല. എടാ, പെണ്ണുങ്ങളെ പോലെ അല്ല ആണുങ്ങള്. ചാരിത്രം സൂക്ഷിക്കാൻ ഭയങ്കര കൺട്രോൾ വേണം. അറിയോ നിനക്ക്? എനിക്ക് വലിയ പരിചയമില്ല. മിടുക്ക്. അതുകൊണ്ട് ഇത്രയും സൽപ്പേരുള്ള നീയും അത് കഴിഞ്ഞാൽ പിന്നെ സൽപ്പേരുള്ള ഞാനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകേണ്ടത് ഈ നാടിന്റെ ആവശ്യമില്ലടാ. നമ്മൾ തമ്മിൽ ബന്ധമുണ്ടല്ലോ. അതല്ലടാ മണ്ട. ഇവൻ ആര്? എന്റെ മോള് സംഗീത ഉടൻ ബോംബെ സുന്ദരിയാണ്. നിനക്ക് അവളെ എങ്ങനെ കെട്ടിക്കൂടാ? അതാണ് മാധവമാമ MG റോഡ് വഴി കയറി വളഞ്ഞമ്പലം വഴി ഇങ്ങോട്ട് എത്തിയതല്ലേ? 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പൂത്താങ്കിരി കളിച്ചെന്നെ കണ്ണിൽ മണ്ണ് വാരി എറിഞ്ഞിട്ട് ഓടിയവളാ. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. അവളിപ്പോ പൂത്താങ്കിരിയും കളിക്കില്ല, നിന്റെ കണ്ണി മണ്ണും വാരിയിടില്ല. ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ? നല്ല ഉയരവാ, നിനക്ക് ചേരും. അതുകൊണ്ടല്ല മാധവമാമ, 10-14 കൊല്ലം ബോംബെ പോലത്തെ സിറ്റി താമസിച്ച ഏതൊരു പെൺകുട്ടിയുടെയും ഭാഷ മാറും, വേഷം മാറും. അവളിപ്പോ ഒരു മദാമയെ പോലെ ആയിട്ടുണ്ടാവും. അതൊരു കുറവാണോടാ? അതൊരു കുറവായിട്ടല്ല മാധവമാമ, അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല. ഈ നാട്ടുംപുറത്തിനെയും തനി നാട്ടുംപുറത്തുകാരനായ എന്നെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു നാട്ടുംപുറത്തുകാരി പെൺകുട്ടിയാണ് എനിക്കിഷ്ടം. എടാ, ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി മാധവമാമ ഇങ്ങോട്ട് വരണമെന്നില്ല. എടാ, ഞാൻ വേണ്ട, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. മാധവമാമ പോ. ഞാൻ പോണം. പോണം. എന്റെ മോള് ബോംബെ പോയി പഠിച്ചതാണോ ഒരു കുറ്റം? അവള് മദാമയെ പോലെ ആയതാണോ ഒരു കുറ്റം? നീ ആ നാരായണേട്ടന്റെ വേലാതിന്റെ ശങ്കരന്റെ ആരുടെ മോളെ വേണേലും കെട്ടിക്കോ, ഒക്കെ കുഴപ്പാ. നീ അനുഭവിക്കും. നീ എള്ളി വീണ ഒച്ചിനെ പോലെ ആവും. അവള് നിന്നെ മൂക്കൊണ്ട് ഇക്ര ഇവ്ര ഇമ്ര എന്നൊക്കെ എഴുതിക്കും. നന്ദിയോട്ടെ തെറി പറയരുത്. സൽപ്പേര് താല്പര്യം മാങ്ങാത്തൊലി പോടാ. ഭയങ്കര പോലത്തെ ഒരു പെണ്ണിനെ കൊടുത്തപ്പോ എന്താ പ്രശ്നം? കുന്തം പോടാ. ഇയാടായിരുന്നു നോക്കിയാ പോലെ. ഇത് തന്നെ ഞാനിപ്പോ അവിടെ പറഞ്ഞിട്ട് പോയതല്ലേ. എന്റെ ഈശ്വര. ട്യൂഷൻ ടീച്ചർ ഇല്ലെങ്കിൽ സ്കൂൾ ടീച്ചറെങ്കിലും കിട്ടുമോ? എന്തേ മോനെ? എന്തൊക്കെ പ്രതീക്ഷകളോടാണ് അച്ഛനമ്മമാർ മക്കളെ വളർത്തുന്നത്. എന്നിട്ട് കല്യാണപ്രായമാകുമ്പോൾ അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും കയറി പ്രേമിക്കുക, എന്നിട്ട് അവരുടെ കൂടെ ഒളിച്ചോടുക. പിന്നെ ഈ അച്ഛനമ്മമാർക്ക് ജീവിതകാലം മുഴുവൻ കണ്ണീര് മാത്രം ബാക്കി. പക്ഷെ മാമ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ ടൈപ്പല്ല കേട്ടോ. മക്കളുടെ കല്യാണക്കാര്യം തീരുമാനിക്കേണ്ടത് രക്ഷിതാക്കൾ തന്നെയാണെന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം. അതുകൊണ്ട് വാലുകൾക്ക് ഇത്തിരി കൂടുതലാണെങ്കിലും അമ്മ ഇവളെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ കമാന്നൊരു അക്ഷരം ഉണ്ടല്ല, ഞാൻ റെഡിയാ. കേട്ടോ കേട്ടോ, നീ എന്റെ മരുമകൻ തന്നെയാടാ. ഞാൻ പറഞ്ഞില്ലേടി ഇവൻ ഇങ്ങനെ തന്നെ പറയുള്ളെന്ന്. ഇനി ജോത്സ്യനെ കണ്ട് നല്ലൊരു തീയതി നിശ്ചയിക്കണം. ഞാൻ പാർട്ടിക്കാരനായതുകൊണ്ട് പബ്ലിക്കായിട്ട് ഒരു ജോത്സ്യനെ പോയി കാണാൻ പറ്റില്ല. സാരമില്ല, ഞാൻ രഹസ്യമായിട്ട് പോയി കണ്ടോളാം. അപ്പൊ ഇവിടെ നിശ്ചയം നടക്കട്ടെ, ഞാൻ അവിടെ നിന്ന് കുളിക്കട്ടെ. ഓടിയോടും. മോനെ രാമൻകുട്ടി, അടുത്ത മാസം കേട്ടോടാ പാർട്ടി കോൺഗ്രസ്. ആഹാ, ഇവനെന്നാടി കോൺഗ്രസ്സുകാരനായത്? ചേച്ചി, ഞാൻ കോൺഗ്രസ്സുകാരനൊന്നും ആയിട്ടില്ല. അത് ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനത്തിന്റെ പേരാ. ഏതായാലും അത് കഴിഞ്ഞിട്ട് മതി കല്യാണം. ഇപ്പൊ ഇച്ചിരി ദാരിദ്ര്യമൊക്കെ ആണെങ്കിലും പാർട്ടിയുടെ ബക്കറ്റ് പേര് കഴിയുമ്പോഴേക്കും ആകെ ഒന്ന് കൊഴുക്കും. അപ്പൊ നമുക്ക് കല്യാണം അടിപൊളിയാക്കാം. അതെ, ഈ കിടക്ക പഞ്ഞിയല്ലേ? അതെ. രാമുട്ടേട്ടൻ എന്തിനാ പേടിക്കുന്നേ? ഇത് ഞാനല്ലേ. നിന്നോട് ആരുടെ ഇതിനകത്ത് കയറി വരാൻ പറഞ്ഞു? ഇറങ്ങി പൊടി വന്നു. ഈ പഞ്ഞിയൊക്കെ ഒന്ന് മാറ്റണമെന്ന് പറയായിരുന്നു. ഡള്ളപ്പാ നല്ലത്. കല്യാണം കഴിഞ്ഞാലേ ഡള്ളപ്പ് നിനക്ക് അടുത്ത്. അയ്യോ, ഇറങ്ങി പൊടി പുറത്ത്. ഞാനിവിടെ നിൽക്കാൻ പോവാ. നമ്മുടെ കല്യാണം നിശ്ചയിച്ചിരിക്കല്ലേ? കല്യാണം നിശ്ചയിച്ചിട്ടല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലോ. ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇതേ ഗാന്ധിജിക്ക് മുമ്പല്ല, ക്രിസ്തുവിന് മുമ്പുള്ള ഏതോ ഐറ്റം. ഗാന്ധിനെയും ക്രിസ്തുവിനെയും പറ്റി ചവിട്ട് ഞാൻ പോടി. വാദം പിടിച്ച കുരങ്ങിനെ ഏണി ചാടിയിട്ട് കാര്യമില്ലെന്ന് പറയും പോലെ. വാദം പിടിച്ച കുരങ്ങൻ നിന്റെ അച്ഛൻ. എന്താടാ പോയിട്ട് പറ്റിരാമൻകുട്ടിയേട്ടാ. എന്നാടി നീ എന്താടാ ഭരണിക്കകത്ത് ഇറങ്ങിയിരിക്കണേ? അവള് നിന്നെ ഉപ്പിലിട്ടാ? അല്ല, അവള് ഡള്ളപ്പിന്റെ കിടക്ക വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ. ഡള്ളപ്പിന്റെ ബെഡ് കൊള്ളിയല്ല, അവക്ക് വീരില്ലാത്തോണ്ട് പറയാ. പഞ്ഞിയുടെ ബെഡാ നല്ലത്. ചൂടത്തും തണുപ്പത്തും ഒരേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. മാത്രമല്ല നടുവിനും സുഖമതാ. മാവന്റെ എക്സ്പീരിയൻസ് ഇത് പറയുവാടാ. നീ എന്താടാ തുണി അടിച്ചേക്കണേ? അല്ല, പെട്ടെന്ന് സീമ കേറി വന്നപ്പോ. ഭഗവാനെ, ചതിച്ചോ മകനെ, മരുമകനെ. നീ ഇത്രയും ഫാസ്റ്റ് ആവുന്ന ഞാൻ കരുതിയില്ലോടാ. ലാൽ സലാം.